ഒരു മനുഷ്യൻ സ്വയം ആത്മഹൂതി ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ ഈ ലോകത്തിന്റെ നിയമങ്ങളോ ധാർമ്മികതയോ ഒന്നും അയാൾക്ക് ബാധകമല്ലാതാകുന്നു. നന്മയോ തിന്മയോ ശത്രുവോ മിത്രമോ കരുണയോ കരുതലോ ഒന്നുമില്ല. കൺമുൻപിൽ കാണുന്നത് ഒരു തരം ഇരുട്ട് മാത്രം. അങ്ങനെ കണ്ണിൽ ഇരുട്ട് കയറിയ ആൾ ഞാനും നിങ്ങളുമൊക്കെ പറക്കുന്ന വിമാനത്തിന്റെ പൈലറ്റ് ആണെങ്കിലോ? ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ പേറി നമ്മുടെയൊക്കെ ജീവന്റെ ഉത്തരവാദിത്തം ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്ത് അങ്ങനെ ആകാശത്തിന്റെ സീമകളിലേക്ക് നമ്മൾ പറന്നുയരുമ്പോൾ തിരിച്ച് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മളെയെല്ലാം ലാൻഡ് ചെയ്യിപ്പിക്കുവാൻ യാതൊരു ഉദ്ദേശവും ഇല്ലാത്ത മനസ്സ് കല്ലാക്കിയ ഒരാളാണ് കോക്പിറ്റിൽ ഇരിക്കുന്നതെങ്കിലും. പൈലറ്റ് സൂയിസൈഡ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഏവിയേഷൻ 7 മിനിറ്റ് സ്റ്റോറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ യാത്രാമാർഗമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് വിമാനയാത്ര. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏവിയേഷൻ മേഖലയിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതൊരു അന്തർദേശീയ വാർത്തയായി മാറുന്നത്. വിമാന അപകടങ്ങൾ തന്നെ വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അതിൽ തന്നെ ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള കോസ് ഓഫ് ആക്സിഡന്റ് ആണ് പൈലറ്റ് സൂയിസൈഡ് എന്നുള്ളത്. ഇന്നത്തെ 7 മിനിറ്റ് സ്റ്റോറിയുടെ എപ്പിസോഡിൽ ആധുനിക കാലത്ത് നടന്ന 4 കുപ്രസിദ്ധ പൈലറ്റ് സൂയിസൈഡ് കേസുകളുടെ ചരിത്രമാണ് പങ്കുവയ്ക്കുന്നത്. വർഷം 1997 ഡിസംബർ 19. 97 യാത്രക്കാരും 7 ക്രൂ മെമ്പേഴ്സുമായി ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നിന്നും സിംഗപ്പൂരിലെ ചാങ്ങി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പറക്കുകയായിരുന്ന ബോയിങ് 737-300 വിഭാഗത്തിൽപ്പെടുന്ന വിമാനം 35,000 അടി മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നോസ് ഡൈവ് ചെയ്യുകയും ഇന്തോനേഷ്യയിലെ മ്യൂസിയം നദിയിൽ തകർന്നു വീഴുകയും ചെയ്യുന്നു. അമേരിക്കയുടെ NTSBയും ഇന്തോനേഷ്യയുടെ NTSCയും ചേർന്ന് നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ വിമാനത്തിന് യന്ത്ര തകരാറൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തുകയും പിന്നീട് നടത്തിയ കൂടുതൽ അന്വേഷണത്തിൽ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെയും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിന്റെയും സർക്യൂട്ട് ബ്രേക്കറുകൾ പുൾ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സംശയം പൈലറ്റ്മാരിലേക്ക് നീങ്ങുന്നു. 2 പൈലറ്റ്മാരുടെയും ബാക്ക്ഗ്രൗണ്ട് ഇഴകീറി പരിശോധിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഒരു കാര്യം തിരിച്ചറിയുന്നു. ന്യൂസിലൻഡുകാരനായ ഫസ്റ്റ് ഓഫീസർ ഡൻകൻ വാർഡന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ക്യാപ്റ്റൻ സൂവെ മിങ്ങിന്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പുറമെ 6 മാസം മുമ്പ് നടത്തിയ ഒരു ഹാഷ് ലാൻഡിംഗ് മൂലം സിൽക്ക് എയറിൽ ഇൻസ്ട്രക്ടർ പദവിയിൽ നിന്നും ലൈൻ ക്യാപ്റ്റൻ പദവിയിലേക്ക് ഇദ്ദേഹം ഡീപ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെയും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിന്റെയും സർക്യൂട്ട് ബ്രേക്കറുകൾ പുൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറെ എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് കോക്പിറ്റിന് പുറത്തേക്ക് വിടുകയും വാതിൽ അകത്ത് നിന്ന് പൂട്ടുകയും ചെയ്തിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലാണ് NTSB എത്തിച്ചേർന്നത്. എന്നാൽ ഇന്തോനേഷ്യയുടെ NTSC ഇതിനോട് യോജിക്കുന്നില്ല. വർഷം 1999 ഒക്ടോബർ 31 ലോസ് ആഞ്ചലസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഈജിപ്തിലെ കെയ്റോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പറക്കുകയായിരുന്ന ഈജിപ്റ്റ് എയറിന്റെ ഫ്ലൈറ്റ് നമ്പർ 990 ഒരു ലോങ് ഹോൾ ഫ്ലൈറ്റ് ആയിരുന്നുകൊണ്ട് തന്നെ ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസർക്കും പുറമെ ഒരു റിലീവിംഗ് ക്യാപ്റ്റനും റിലീവിംഗ് ഫസ്റ്റ് ഓഫീസറും ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ. ടേക്ക് ഓഫിന്റെയും ലാൻഡിങ്ങിന്റെയും സമയം മെയിൻ ക്യാപ്റ്റനും മെയിൻ ഫസ്റ്റ് ഓഫീസറും ആയിരിക്കും കോക്പിറ്റിന്റെ ഉത്തരവാദിത്തം. അതിനിടയിൽ കുറച്ചു സമയം മാത്രമാണ് റിലീവിംഗ് ക്യാപ്റ്റനും റിലീവിംഗ് ഫസ്റ്റ് ഓഫീസറും കോക്പിറ്റിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. എന്നാൽ ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ റിലീവിംഗ് ഫസ്റ്റ് ഓഫീസർ ആയ ഗമീൽ അൽ ബത്തൂത്തി കോക്പിറ്റിലേക്ക് കടന്നു വരികയും കോക്പിറ്റിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഓഫീസർ ആദേൽ അൻവറിനെ റെസ്റ്റ് എടുക്കുന്നതിനായി നിർബന്ധപൂർവ്വം പറഞ്ഞു വിടുകയും ചെയ്യുന്നു. പിന്നീട് അല്പസമയം കഴിഞ്ഞപ്പോൾ അൽ ബത്തൂത്തിയെ കോക്പിറ്റിൽ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് ക്യാപ്റ്റൻ വാഷ്റൂമിലേക്ക് പോകുന്നു. ക്യാപ്റ്റൻ കോക്പിറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം നോസ് ഡൈവ് ചെയ്തു. ശബ്ദത്തെക്കാളും വേഗതയിൽ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന വിമാനത്തിന്റെ കോക്പിറ്റിലേക്ക് ഒരുപാട് പണിപ്പെട്ട് തിരികെ കയറാൻ ക്യാപ്റ്റന് സാധിച്ചുവെങ്കിലും കോക്പിറ്റിൽ ക്യാപ്റ്റൻ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. വിമാനത്തിന്റെ 2 എഞ്ചിനുകളും ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. ആരാണ് എഞ്ചിനുകൾ ഷട്ട് ഡൗൺ ചെയ്തത് എന്ന ക്യാപ്റ്റന്റെ ചോദ്യത്തിന് അത് ദൈവം ചെയ്തു എന്ന ഉത്തരമാണ് അൽ ബത്തൂത്തി നൽകിയത്. ഡൈവിൽ നിന്നും വിമാനത്തെ രക്ഷിക്കാൻ ക്യാപ്റ്റൻ തന്നാൽ കഴിയുന്നത് എല്ലാം ചെയ്തുവെങ്കിലും വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീഴുകയാണ് ഉണ്ടായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അൽ ബത്തൂത്തിക്ക് ഉണ്ടായ ചില സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബത്തിലെ ചില പ്രശ്നങ്ങളും 59 വയസ്സായിട്ടും ഫസ്റ്റ് ഓഫീസർ പദവിയിൽ നിന്നും മുകളിലേക്ക് കയറാൻ അദ്ദേഹത്തിന് സാധിക്കാതിരുന്നതുമെല്ലാമാണ് ഇങ്ങനെ ഒരു പാതകം ചെയ്യാൻ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് എന്ന് കണ്ടെത്തുകയുണ്ടായി. ഈജിപ്ഷ്യൻ ഗവൺമെന്റും ഈജിപ്ഷ്യൻ സിവിൽ ഏജൻസിയും ഈ കണ്ടെത്തലുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഉണ്ടായത്.
2014 മാർച്ച് 8 മലേഷ്യയിലെ കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ചൈനയിലെ ബീജിംഗിലേക്ക് 227 യാത്രക്കാരും 12 ജീവനക്കാരുമായി പറക്കുകയായിരുന്ന ബോയിങ് 777-200ER വിഭാഗത്തിൽപ്പെടുന്ന വിമാനം വിയറ്റ്നാം എയർ സ്പേസിന് മുകളിൽ വെച്ച് റഡാറിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. പിന്നീടുള്ള പരിശോധനയിൽ മലേഷ്യൻ മിലിറ്ററിയുടെ റഡാറിൽ വിമാനം കണ്ടെത്തുകയും വിമാനം തിരിച്ച് മലേഷ്യയിലേക്ക് തന്നെ പറന്നിട്ടുള്ളതായും തിരിച്ചറിയുന്നു. പിന്നീട് സുമാത്ര ദ്വീപിന് വടക്ക് ദിക്കിൽ വെച്ച് മിലിറ്ററി റഡാറിൽ നിന്നും വിമാനം അപ്രത്യക്ഷമാകുന്നു. ഒരു സാറ്റലൈറ്റ് സിഗ്നലിന്റെ സഹായത്താൽ വിമാനം അവിടെ നിന്നും ഓസ്ട്രേലിയ ലക്ഷ്യമാക്കി പറന്നിട്ടുണ്ടെന്നും ഓസ്ട്രേലിയൻ തീരത്തോട് ചേർന്ന് സാറ്റലൈറ്റ് സിഗ്നലുകളും നഷ്ടമായിട്ടുണ്ടെന്നും തിരിച്ചറിയുന്നു. ലോകത്തിൽ അന്നേ വരെ ലഭ്യമായിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല രാജ്യങ്ങൾ ചേർന്ന് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ തന്നെ നടത്തിയെങ്കിലും നാളിതുവരെ കാര്യമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ ഈ വിമാനത്തിൻ്റെതെന്ന് കരുതപ്പെടുന്ന ചില ഭാഗങ്ങൾ മെയിൻ സെർച്ച് ഏരിയയിൽ നിന്നും 4000-ഓളം മൈലുകൾക്ക് എതിർദിശയിലായി ആഫ്രിക്കൻ തീരങ്ങളിലായി കണ്ടെത്തുകയുണ്ടായി. 2018 മലേഷ്യൻ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് സമർപ്പിച്ച ഫൈനൽ റിപ്പോർട്ടിൽ കോക്പിറ്റിലെ ആരെങ്കിലുമോ അല്ലെങ്കിൽ മൂന്നാമതൊരാളോ ദുരുദ്ദേശത്തോടു കൂടി വിമാനത്തെ മറ്റൊരു ദിശയിലേക്ക് പറത്തി സമുദ്രത്തിൽ ഇടച്ചിറക്കിയതായിരിക്കാം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. മലേഷ്യൻ പോലീസിന്റെയും FBI-യുടെയും അന്വേഷണത്തിൽ ഇത് ചെയ്തത് ക്യാപ്റ്റനായ സഹാരി അഹമ്മദ് ഷാ ആയിരിക്കാം എന്ന സൂചനകളും ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ കണ്ടെത്തിയ ഹോം ഫ്ലൈറ്റ് സ്റ്റിമുലേറ്ററിൽ ഈ വിമാനം അവസാനമായി സഞ്ചരിച്ചു എന്ന് കരുതപ്പെടുന്ന റൂട്ടുകളോട് സമാനമായ റൂട്ടുകളുടെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. 2015 മാർച്ച് 24 സ്പെയിനിലെ ബാഴ്സലോണയിൽ നിന്നും ജർമ്മനിയിലെ ഡുസൽഡോർഫ് എയർപോർട്ടിലേക്ക് പറക്കുകയായിരുന്ന ജർമ്മൻ വിങ്സിന്റെ എയർബസ് A320 വിഭാഗത്തിൽപ്പെടുന്ന വിമാനം ഫ്രാൻസിലെ ആൽപ്സ് പർവ്വത നിരകളിലേക്ക് ഇടിച്ചിറങ്ങുകയുണ്ടായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒരു പൈലറ്റ് സൂയിസൈഡ് ആണ് ഇത് എന്ന് കണ്ടെത്തുകയുണ്ടായി. ആത്മഹത്യാ പ്രവണതയ്ക്ക് ട്രീറ്റ്മെന്റ് നേടുകയും ഒരു പൈലറ്റായി പ്രവർത്തിക്കുവാൻ അൺഫിറ്റ് ആണെന്ന് ഡോക്ടർ ഡിക്ലെയർ ചെയ്യുകയും ചെയ്ത വ്യക്തിയായിരുന്നു ആൻഡ്രിസ് ലുബിറ്റ്സ്. എന്നാൽ ഈ വിവരം മറച്ചു വെച്ചുകൊണ്ടാണ് ഇയാൾ ജർമ്മൻ വിങ്സിൽ ജോലി നേടിയത്. ക്യാപ്റ്റൻ പുറത്തുപോയ തക്കത്തിൽ വാതിൽ അകത്തു നിന്ന് പൂട്ടിക്കൊണ്ടാണ് ഇയാൾ ഈ കൃത്യം നിർവഹിച്ചത്. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 150 പേർക്ക് ജീവൻ നഷ്ടമായി ഈ അപകടത്തിൽ. മറ്റൊരു ചരിത്ര കഥയുമായി 7 മിനിറ്റ് സ്റ്റോറിയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ്